ദേശാഭിമാനി മുഖപ്രസംഗം 2025 ജനുവരി 16. വേണ്ട ഉടലിനെ ചാരിയുള്ള വെറുപ്പിൻ്റെ യുദ്ധങ്ങൾ. കറുപ്പിനഴക് എന്നൊക്കെ പറയുമ്പോഴും ചിലരെങ്കിലും വെളുപ്പിനെ ആരാധിക്കുന്നവരാണ്. പുതിയ കാലത്തും മനുഷ്യത്വ വിരുദ്ധമായ ഈ സമീപനം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. നിറത്തിൻ്റെയും ശാരീരിക സവിശേഷതകളുടെയും ഉടലളവുകളുടെയും പേരിൽ വ്യക്തികളെ മുറിവേൽപ്പിച്ച് രസിക്കുന്നതാണ് ചിലരുടെ ശീലം. അപരൻ്റെ ജീവിതത്തെ ഉയരവും വണ്ണവും വർണ്ണവും നോക്കി വിധിക്കുന്ന കോടതി മുറികളായി സമൂഹം മാറുന്നതായ വിമർശം ശക്തമായിരിക്കുന്ന സന്ദർഭത്തിലാണ് മുഖമടച്ചുള്ള പ്രഹരം ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായത്. ശരീരാധിക്ഷേപം അംഗീകരിക്കാനാകില്ലെന്ന സംസ്ഥാനത്തെ ഉന്നത നീതിപീഠത്തിൽ നിന്നുണ്ടായ പരാമർശം നമ്മുടെ വ്യക്തിജീവിതത്തിലും സാമൂഹ്യ മണ്ഡലത്തിലും മനുഷ്യാന്തസ് ഉയർത്തിപ്പിടിച്ച് പൗരന്മാർക്ക് ജീവിക്കാൻ ആത്മവിശ്വാസം പകരുന്നതാണ്. മനുഷ്യൻ എന്ന മഹത്തായ പദത്തിൻ്റെ എല്ലാ അർത്ഥതലങ്ങളും പ്രകാശിപ്പിച്ച് ഒരു വ്യക്തിക്ക് ജീവിക്കാൻ ശാരീരിക ഘടനയോ പ്രകൃതമോ പരിമിതിയാകരുത് എന്ന സന്ദേശമാണ് കോടതി പ്രകടിപ്പിച്ചത്. നമ്മുടെ ഭരണഘടനയടക്കം വിലക്കുന്നതും നിയമവിരുദ്ധവുമാണ് ശാരീരിക അധിക്ഷേപമെങ്കിലും എല്ലാ വ്യവഹാര മേഖലകളിലും ഈ വഷളത്തം ഏറിയും കുറഞ്ഞുമുണ്ട്. ഹൈക്കോടതി വിധിയുണ്ടായ നാളിൽ തന്നെ ഒരു 19കാരി നിറത്തിൻ്റെ പേരിൽ അവഹേളിതയായി ജീവനൊടുക്കേണ്ടി വന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ ജീവിത മണ്ഡലത്തിൽ എത്ര ആഴത്തിലാണ് ഈ ദുരാചാരം വേരൂന്നിയിരിക്കുന്നതെന്നതിൻ്റെ തെളിവാണ് മലപ്പുറം കൊണ്ടോട്ടിയിൽ കഴിഞ്ഞ ദിവസം നവവധു അപമാനിതയായി മരിക്കാനിടയായ സംഭവം. കോടതി വിധിയാലോ നിയമ നടപടികളാലോ മാത്രം തിരുത്താനാകാത്ത വിധം ഈ വൃത്തികെട്ട പ്രവണത ആധിപത്യം ചെലുത്തിയിട്ടുണ്ട്. തെറ്റായതും പിന്തിരിപ്പനുമാണ് ശാരീരിക അധിക്ഷേപം എന്ന് ചൂണ്ടിക്കാട്ടി നീതിപീഠം പരത്തിയ പ്രകാശം സന്തോഷം പകരുന്നതാണ്. ചലച്ചിത്ര നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ചെന്ന കേസിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചുള്ള ഉത്തരവിലാണ് കോടതിയുടെ മുന്നറിയിപ്പ്. തടിച്ചതാണ്, മെലിഞ്ഞതാണ്, പൊക്കമില്ല, പൊക്കം കൂടുതലാണ്, കറുത്തതാണ്, ഇരുണ്ടതാണ് എന്നൊക്കെ ഒരാളുടെ ശരീരത്തെക്കുറിച്ച് പറയരുത്. എല്ലാവർക്കും എന്തെങ്കിലും കൂടുതലോ കുറവോ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കണമെന്നാണ് കോടതി ഓർമ്മിപ്പിച്ചത്. രൂപഭാവത്താൽ ആരെയും നിർവചിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ആർക്കുമില്ലെന്നും അത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നത് അല്ലെന്നുമുള്ള ചിന്തയാണ് കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ചുറ്റിലും ഇതിന് വിരുദ്ധമായ സംഭവ പരമ്പരകളാണ് അനുദിനം ഉണ്ടാകുന്നത്. ആണത്തബോധം നയിക്കുന്ന വർത്തമാനകാലത്ത് ശരീരം മറയാക്കി നിന്ദിതരും പീഡിതരുമായി ഇരകളാക്കപ്പെടുന്നവരിൽ വലിയൊരു ശതമാനം സ്ത്രീകളാണെന്നതും മറന്നുകൂടാ. നമ്മുടെ പെൺകുട്ടികളെ ശരീരം പറഞ്ഞ് പ്രാകൃതമായി ഇന്നും വേട്ടയാടുന്നവരുണ്ട്. കലാകാരിയോ ഭരണാധികാരിയോ എന്ന പരിഗണനയില്ലാത്ത വിധം ക്രൂരമാണി അവഹേളനങ്ങൾ. ശാരീരികവും ജൈവികവുമായ പ്രത്യേകതകളുള്ള ട്രാൻസ്ജെൻഡറുകളെയും മനുഷ്യരായി പരിഗണിക്കും വിധം സാമൂഹ്യബോധം വികസിതമാകുന്നുണ്ട്. ആ സാഹചര്യത്തിലും ഉടലിൻ്റെ പേരിൽ പഴിചാരലും അപമാനിക്കലും തുടരുന്നത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് നാണക്കേടാണ്. പരസ്യവിപണിയും സവർണ ചിന്തകളും അടക്കം പലതരം അഭിരുചികൾ ശരീരമാത്ര പ്രധാനമായ സാംസ്കാരിക വ്യവഹാരങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. സൗന്ദര്യ സങ്കല്പങ്ങളിലും ജീവിത ഭാവനയിലും കമ്പോളവും മത ജാതീയ കാഴ്ചപ്പാടുകളും സ്വാധീനം ചെലുത്തുമ്പോൾ അവിടങ്ങളിൽ സംസ്കാര വിരുദ്ധത കൊടി പാറിക്കുമെന്നതിൽ തർക്കമില്ല. അതിൻ്റെ കെടുതിയാണ് പൊതുസമൂഹം അനുഭവിക്കുന്നത്. ആര്യന്മാരെന്ന് സ്വയം മേനി നടിച്ച് ഇതര ജനവിഭാഗത്തെ രണ്ടാംകിട പൗരന്മാരായി മുദ്രകുത്തുന്ന സംഘപരിവാർ ശക്തികളുടെ ചിന്താപദ്ധതികളും ഈ ദുഷിച്ച ആശയത്തിന് ഇന്ധനമായുണ്ട്. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന സായ്പിനാൽ അധിക്ഷേപിക്കപ്പെട്ട ഗാന്ധിജി മുതൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ നല്ലൊരു വിഭാഗം വംശീയവും ശാരീരികവുമായ കടന്നാക്രമണങ്ങൾക്ക് ഇരയായതിൻ്റെ ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ കാണാം. വലതുപക്ഷ അട്ടിമറി സമരമായ വിമോചന സമര പശ്ചാത്തലത്തിൽ കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി EMS കടുത്ത ശാരീരിക അധിക്ഷേപത്തിന് ഇരയായിട്ടുണ്ട്. വർത്തമാന ജീവിതത്തിൽ മലയാളത്തിൻ്റെ മഹാനായ നടൻ മോഹൻലാൽ മുതൽ ബോളിവുഡിലെ മലയാളി സാന്നിധ്യം വിദ്യാബാലൻ അടക്കമുള്ള താരങ്ങൾ വരെ കലാസാംസ്കാരിക പ്രവർത്തകരിലേറെയും സമാന ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. സത്യസന്ധമായി ഞാൻ പറയും, എൻ്റെ മകൾ ഇരുണ്ടതാണ്, അവളാണ് ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടി, അങ്ങനെയല്ലെന്ന് ആർക്കും എന്നോട് പറയാനാകില്ല എന്ന് പറഞ്ഞ് ശരീര അധിക്ഷേപത്തിന് ഇരയായ മകളെ ചേർത്ത് പിടിച്ച ബോളിവുഡ് നടൻ ഷാരൂഖ് ഖാൻ ഈയടുത്ത് പുറത്തുവിട്ട വീഡിയോ ഈ വിഷയത്തിലെ ശക്തമായ പ്രതികരണമായിരുന്നു. ശരീരങ്ങളാൽ ഒറ്റുകൊടുക്കപ്പെടുന്ന മനുഷ്യർ പാമ്പുകളെ പോലെയാണെന്നും വേരുകളും വീടുകളും രേഖകളും പുറന്തള്ളിയ അവർ കാലുകളില്ലാതെയാകും ജീവിക്കുക എന്ന് ഉടൽമാറ്റം എന്ന കവിതയിൽ പുതുതലമുറയിലെ കവി ആദി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപരശരീരത്തെ അധിക്ഷേപിക്കുന്നതും വെറുപ്പ് പരത്തുന്നതും രോഗവാഹിയുമായ വാക്കുകൾ നമുക്ക് ഉപേക്ഷിക്കാം.
ജീവിതം പ്രകാശഭരിതമാക്കുന്ന വാക്കിൻ്റെ വെളിച്ചം തെളിച്ചതാകട്ടെ മലയാളിയുടെ ജീവിതപാതയുടെ വികാസം.